ഹലോ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിരിക്കുന്നല്ലോ. നാട്ടിൽ നല്ല മഴയും മഴക്കെടുതികളൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോഴും വല്ലാത്തൊരവസ്ഥയാണ് നാട്ടിൽ. ഇവിടെ പക്ഷേ നല്ല ചൂടാണ്. ഇപ്പം കർക്കിടക മാസമൊക്കെ തുടങ്ങിയില്ലേ? കർക്കിടക ഏകദേശം പകുതിയാവാറായി. ഞാൻ കുറേ ദിവസമായി നമ്മുടെ കർക്കിടക കഞ്ഞി വീഡിയോ ഇടണമെന്ന് കരുതിയിരിക്കുന്നത്. ഞാൻ കർക്കിടക മാസം ഒരു ദിവസമെങ്കിലും കഞ്ഞി ഉണ്ടാക്കാതിരിക്കില്ല. കർക്കിടക കഞ്ഞി അത് ഇവിടെ നല്ല ചൂടല്ലേ, അപ്പോൾ കഞ്ഞി നല്ല ഇഷ്ടമാണ്. എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ, ബാക്കി ആർക്കും ഇവിടെ കർക്കിടക കഞ്ഞിയൊന്നും ഇഷ്ടമല്ലേ. കഞ്ഞി പൊതുവേ ഇഷ്ടമല്ല സുരേഷേട്ടനും മോനൊന്നും. എന്നാലും ഞാനിടയ്ക്കൊക്കെ കഞ്ഞി ഉണ്ടാക്കി കുടിക്കും. അപ്പോൾ ഞാൻ കരുതി കർക്കിടക കഞ്ഞി ഇന്നൊരു നമ്മുടെ സാധാരണ ഞവരി അരിയും സാധാരണ അരിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കർക്കിടക കഞ്ഞി ഉണ്ടാക്കാറ്. എൻ്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കാറ്. ഉഴുന്ന് കഞ്ഞി, പാൽക്കഞ്ഞി, അങ്ങനെ കർക്കിടകത്തിൽ അങ്ങനെയുള്ള കഞ്ഞികളൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഞാൻ ഇന്നൊരു വെറൈറ്റി കഞ്ഞി ഉണ്ടാക്കുന്നു, ഒരു പ്രത്യേകതയുള്ളൊരു കഞ്ഞി. എല്ലാവരും ഭയങ്കര ഹെൽത്ത് ശ്രദ്ധിക്കുന്ന ആൾക്കാരല്ലേ, അരി ഭക്ഷണം എല്ലാവരും കുറക്കുവാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ കരുതി ഇപ്രാവശ്യം നമുക്ക് മില്ലറ്റ് വെച്ചിട്ടൊരു കഞ്ഞി ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്, ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഇത് ഈ മില്ലറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്, പ്രോസോ മില്ലറ്റ്. അപ്പം ആ മില്ലറ്റ് ഞാൻ രാവിലെ കുറച്ച് സമയത്തേക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് മുഴുവൻ ഉഴുന്നും ചെറുപയറും പിന്നെ അതുപോലെ ഉലുവയുണ്ട് ഇതിലോട്ട്. അത് ഞാൻ ഇന്നലെ രാത്രിയിൽ തന്നെ നല്ലപോലെ കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അതുപോലെ തന്നെ ബാക്കി വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഞാൻ പൊടിച്ചു വെച്ചതാണ്. ഞാൻ എപ്പോഴും കർക്കിടക മാസം തുടങ്ങുന്നതിന് മുൻപേ കുറച്ച് പൊടികൾ ഉണ്ടാക്കി വെക്കുക. ഇത് അയമോദകം, അതുപോലെ നല്ല ജീരകം, കുറച്ച് കുരുമുളക്, ഇതൊക്കെ ഇട്ടിട്ടൊന്ന് വറുത്ത് പൊടിച്ചു വെച്ചതാണ്. പിന്നെ അതാണ് ഈ കർക്കിടക കഞ്ഞിയിൽ ഞാൻ ഇടാറ്. പിന്നെ കുറച്ച് തേങ്ങ തിരുമ്മിയതെടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് തേങ്ങ പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് കുറച്ച് നെയ്യും ഉപ്പും. അപ്പം നമുക്ക് ഈ മൺകലത്തിൽ തന്നെ ഇതുണ്ടാക്കാം. ഞാനെപ്പോഴും ഈ മൺകലത്തിലാണ് ഉണ്ടാക്കുക. കുതിർത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ കുക്കറിലൊക്കെ അടിക്കേണ്ടി വരും. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. വളരെ ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. ഞാൻ ഈ കുതിർത്ത് വെച്ച മില്ലറ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഈ കുടുക്കയിലോട്ട്. അതുപോലെ തന്നെ നമ്മളെടുത്ത് വെച്ച് ഈ ചെറുപയറും ഉഴുന്നും എല്ലാം കൂടെ ഇട്ട് വെള്ളം ഒഴിച്ച് ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കാം. നല്ലപോലെ വേവട്ടെ. ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പിലോട്ട് വെക്കട്ടെ. ആ ചെറുപയറും ഉഴുന്നും ഉലുവയൊക്കെ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്, മില്ലറ്റും. അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഉപ്പിട്ടിട്ടില്ല. ഇനി ഇത് നമുക്ക് വേവട്ടെ. അഥവാ വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷമാണ്, ഇത് വെന്തതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാലും ഈ തേങ്ങ തിരുമ്മിയതും ഈ മസാലക്കൂട്ടൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അടുപ്പ് എത്തിക്കട്ടെ. നമുക്ക് വേകുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ കഞ്ഞി എന്തായെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇടയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തായിരുന്നേ, കാരണം വെള്ളം കുറച്ച് വറ്റിയായിരുന്നു. ഇതാ ഏകദേശം വെന്തിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടെ വേവണം. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ഉപ്പിട്ടിട്ടില്ലായിരുന്നല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ പകുതി വെന്തപ്പോൾ ഉപ്പിട്ട് കൊടുക്കാം. ഇട്ടിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നല്ലോണം ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാലും ആ തിരുമ്മി വെച്ച തേങ്ങയും മരുന്നും എല്ലാം ഇട്ട് കൊടുക്കാം. വെള്ളം വറ്റിയിരുന്നു, അപ്പോൾ ഞാൻ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്തതാണ്. നമ്മളൊക്കെ ഈ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുടിക്കും. നമ്മുടെ കുട്ടികൾക്കൊന്നും ഇതൊന്നും ഒട്ടും ഇഷ്ടമല്ലാത്ത സംഭവമാണ്. നാട്ടിലാണെങ്കിൽ നമുക്ക് മരുന്ന്, പച്ചമരുന്ന് തന്നെ, തറിമരുന്ന് കടയിൽ നിന്ന്, അങ്ങാടി കടയിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ പറമ്പിലൊക്കെയുള്ള മരുന്നുകളൊക്കെ അരച്ചെടുത്ത് ഇടിച്ച് അതിൻ്റെ നീരാണ് ചേർക്കുക. പക്ഷേ ഇവിടെ ഇപ്പം അതിനൊന്നും നിർവാഹമില്ലല്ലോ. നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഉണ്ടാക്കി കഴിക്കാം. അതായത് കാലഘട്ടത്തിൽ നമ്മൾ ഓരോ സീസണിൽ കഴിക്കേണ്ട ഫുഡുകളൊക്കെ കഴിക്കണം. ശരിക്കും കർക്കിടക മാസം മരുന്നുണ്ടാക്കി കഴിക്കലും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ കരുതി, എനിക്കിഷ്ടമാണ്, ഞാൻ മിക്കവാറും ഉണ്ടാക്കാറുണ്ട് കഞ്ഞി. ഈ മില്ലറ്റ് വെച്ചിട്ടും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. മില്ലറ്റ് വെച്ചിട്ടും നല്ല സൂപ്പറാണ്. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആ തേങ്ങയും തേങ്ങാപ്പാലും രണ്ടും കൂടി ഒരുമിച്ച് ആക്കിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കട്ടെ. നമുക്ക് രണ്ടും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനുണ്ടാക്കുന്ന കഞ്ഞികളിൽ എപ്പോഴും എനിക്ക് തേങ്ങാപ്പാലും, അതിൻ്റെ കൂടെ തേങ്ങാപ്പാൽ മാത്രം പോരെ, അതിൻ്റെ കൂടെ ഞാൻ തേങ്ങ വെറുതെ ഒന്ന് കൈകൊണ്ടൊന്ന് ഇത്തിരി വെള്ളം ഒഴിച്ച് ഞാൻ വേണ്ടി ഞെരടി എടുത്തിട്ട് ആ തേങ്ങയും കൂടി ഇടും. എനിക്കിഷ്ടമാണ് ഭയങ്കര. പാലും ഞാൻ ഒഴിച്ചു, ആ തേങ്ങയും എടുത്തിട്ട് അതിലോട്ട് തിരുമ്മി വെച്ച തേങ്ങയും ഇട്ടു. ഇനി നമുക്കൊന്നുകൂടെ ബാക്കിയില്ലേ, നമ്മുടെ ഈ പൊടിച്ചു വെച്ച മരുന്ന് അതിലോട്ട് ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ടൊന്നൊരു തിള വരട്ടെ.
ഇതിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് തിളക്കൊന്നും വേണ്ട, ഈ മരുന്നും കൂടി ഇട്ടിട്ടൊന്ന് തിളക്കട്ടെ. പിന്നെ ലാസ്റ്റ് കുറച്ച് നെയ്യ് കൂടെ ചേർക്കും ഞാൻ. എനിക്ക് നെയ്യ് നല്ല ഇഷ്ടമാണ്. കഞ്ഞിയിൽ നല്ലപോലെ നെയ്യൊക്കെ ഇട്ട് കഴിക്കാനാണ് എനിക്കിഷ്ടം. ഇതാ ചില ആൾക്കാർ ഇതിൽ ഈ ശർക്കര ഇട്ടിട്ട് പഞ്ചസാരയല്ല ശർക്കരയും കൂടി ഇട്ട് മധുരമുള്ള കഞ്ഞി ഉണ്ടാക്കി കുടിക്കുക കർക്കിടക മാസം. എനിക്കതിലും ഇഷ്ടം ഈ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഉപ്പിട്ടിട്ട് ഇങ്ങനെയുള്ള കഞ്ഞി അച്ചാറോ ചമ്മന്തിയോ എന്തെങ്കിലും കൂട്ടിയിട്ട് കഴിക്കുന്നതാണ്. അപ്പോൾ ഒരു തിള വരട്ടെ. ഞാൻ ഉപ്പൊക്കെ നോക്കി, ഉപ്പൊക്കെ ഉണ്ട്. നമ്മുടെ കഞ്ഞി റെഡിയായി. ഇനി കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കേ. എനിക്ക് നെയ്യൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. ഇന്നിവിടെ നല്ല മഴക്കാറുമാണ്. എന്താണെന്നറിയില്ല, 2-3 ദിവസം മഴയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ രാവിലെ മുതലേ നല്ല മഴക്കാറാണ്. കഞ്ഞി കുടിക്കാൻ പറ്റിയ കാലാവസ്ഥയാണ് ഇപ്പോൾ ഇവിടെയുള്ള. ഇവിടെ നല്ല മരുന്നിൻ്റെ മണം, മരുന്ന് കഞ്ഞിയല്ലേ, അപ്പോൾ നല്ല മണമുണ്ട്, നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഞാൻ അടുപ്പ് ഓഫാക്കിയേ. ഇനി ഞാൻ ഈ കഞ്ഞി കുടിച്ച് നോക്കട്ടെ. ഞാൻ തന്നെ കുടിക്കാം, എനിക്കിഷ്ടമായി കഞ്ഞി. അപ്പോൾ മഴക്കാറും കൂടി ആകുമ്പോഴേക്കൊരു സന്തോഷം മനസ്സിൽ, നാട് പോലെ തോന്നി. മില്ലറ്റ് വെച്ചിട്ടുള്ള കർക്കിടക കഞ്ഞി റെഡിയായി. ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എനിക്കിഷ്ടം ഈ കഞ്ഞി കുടിക്കാൻ. അതിന് കഞ്ഞിക്ക് ഞാനിത് ചുട്ട പപ്പടം, അത് ചുടാൻ പറ്റില്ല, നമുക്ക് ഈ കനലിൽ ചുടാൻ പറ്റാത്ത ഗ്യാസ് അടുപ്പിൽ വെച്ച് ചുട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പാവക്ക കൊണ്ടാട്ടം, ഇത് വറ്റൽ മുളക്, പിന്നെ ചമ്മന്തി. ഞാൻ കുടിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത്തിരി ചൂടുണ്ട്. നന്നായിട്ടുണ്ട്. ഇന്നിവിടെ മഴക്കാറുണ്ട്. അപ്പം കഞ്ഞി നല്ല ടേസ്റ്റും ഉണ്ട്. മഴയുടെ ആ ഒരു നാട്ടിലൊരു പ്രതീതിയുണ്ട്. അപ്പം എല്ലാവരെയും മില്ലറ്റിൻ്റെ കർക്കിടക കഞ്ഞി ഉണ്ടാക്കി നോക്കണേ.